DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഓണക്കാലത്ത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ധനസഹായ ആനുകൂല്യമാണ് 62 ലക്ഷത്തോളം വരുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്കായി ഈ ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ. കഴിഞ്ഞ 1.5 വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടന്നു വരുന്നുണ്ട്. എന്നാൽ ഓണമാസമായതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് 3200 രൂപയായിട്ടാണ് വിതരണമെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതിനായി 1600 കോടിക്കടുത്ത് രൂപയോളമാണ് സർക്കാർ ചിലവഴിക്കുവാൻ പോകുന്നത്. 2 മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം വിവിധ വിഭാഗങ്ങൾക്കുള്ള ബോണസും ഉത്സവത്തെയും മറ്റു ക്ഷേമാവശ്യങ്ങൾക്കുള്ള ഫണ്ടും കണ്ടെത്തുന്നതിനായുള്ള നടപടികൾ ഈ ആഴ്ച ആദ്യം തന്നെ തുടക്കം കുറിച്ചിരുന്നു. ഇന്ധന കമ്പനികളിൽ നിന്ന് നികുതി സമയബന്ധിതമായി അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ ബീവറേജസ് കോർപ്പറേഷനിൽ നിന്നും മുൻകൂറായും നികുതി വാങ്ങുന്നുണ്ട്. പരമാവധി പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മന്ത്രി KN ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കണ്ട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടത്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഓണത്തോടനുബന്ധിച്ച് 2 തവണകളിലായി 5000 കോടി രൂപയെങ്കിലും കടമെടുക്കുവാനാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി. ഓഗസ്റ്റ് 19-ന് ആദ്യ കടമെടുപ്പ് നടക്കും. ഓഗസ്റ്റ് 26-നായിരിക്കും രണ്ടാമത്തെ കടമെടുപ്പ് നടക്കുക എന്നാണ് അറിയുന്നത്. 19-ന് നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക. 26-ന് നടക്കുന്ന കടമെടുപ്പിലൂടെ ലഭിക്കുന്ന തുക ജീവനക്കാരുടെ ശമ്പളം, ബോണസ്, ഉത്സവബത്ത പോലുള്ളവയ്ക്കായിരിക്കും പ്രധാനമായും ഉപയോഗിക്കുക. ഈ മാസത്തെ പെൻഷനോടൊപ്പം നൽകുവാനുള്ള 2 മാസത്തെ കുടിശ്ശികയിലെ ഒരു ഗഡു കൂടി ചേർത്ത് 3200 രൂപയായിട്ടാണ് ഓണത്തിന് വിതരണം ചെയ്യുക. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും. അതേസമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലെ സർക്കാരിന്റെ ധനസഹായമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലുള്ളവയിലുള്ളവർക്ക് 2 ഗഡുക്കളുടെയോ അല്ലെങ്കിൽ 1 ഗഡുവിന്റെയെങ്കിലും പെൻഷൻ വിതരണം ഈ ഓണക്കാലത്തുണ്ടാകുന്നതായിരിക്കും. ഓണപ്പെൻഷൻ വിതരണം 20-ന് ശേഷം എന്ന് വേണമെങ്കിലും സംസ്ഥാനത്ത് ആരംഭിക്കാം. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് 2 തവണ 1600 വീതം ക്രെഡിറ്റായി 3200 രൂപ ലഭിക്കുമ്പോൾ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റത്തവണയായി തന്നെ 3200 രൂപ ലഭിക്കും. അടുത്ത ആഴ്ച പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. വിതരണം തുടങ്ങുന്ന തീയതി അടുത്ത ആഴ്ച തുടക്കത്തിൽ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വരുമെന്നാണ് അറിയുന്നത്. ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം മൊത്തം 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ ഇനിയും ഏകദേശം 15 ലക്ഷത്തിനടുത്ത് പേർ ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുണ്ടെന്നതാണ്. ഇനി കേവലം 10 ദിവസങ്ങൾ മാത്രമാണുള്ളത്. സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഓഗസ്റ്റ് 24 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ ഉള്ളവർ, വീടുകളിലുള്ളവർ നിങ്ങളുടെ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അഡ്രസ്സും കാര്യങ്ങളും നൽകിയാൽ അവർ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ്. ഇതിനായി നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സേവനവും നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇനി അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഫീസിൽ നൽകേണ്ടതാണ്. ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലല്ല, പകരം ബന്ധപ്പെട്ട ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസിലാണ്. അടുത്തയാഴ്ച വിതരണം പ്രഖ്യാപിക്കുന്ന ക്ഷേമ പെൻഷന്റെ തീയതി അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.